പിന്നെ രാവിലത്തെ കാര്യങ്ങളും പരിപാടികളും എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. കാപ്പിയൊക്കെ കുടിച്ചു. ഇഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ സാമ്പാറിന് അരിഞ്ഞു വെച്ചതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വന്ന് സാമ്പാർ വെക്കാനായിട്ട് പാടൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് വെച്ചു. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി മാവെടുത്ത് വെക്കാനുണ്ട്. പിന്നെ ഇഡലി ഇനി രാത്രിയിലും ഇഡലി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്കലത്തേന് ഇനി മീൻകറി ഇരിപ്പുണ്ട്, ഇന്നലെ വെച്ച മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറുണ്ട് രാവിലത്തെ. പിന്നെ ഒരു അവിയലും കൂടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചോറും കൂടി വെക്കണം. ഇനി ചോറും അവിയലും കൂടി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് ഒതുക്കുക, പറക്കുക, പാത്രങ്ങളുണ്ടെങ്കിൽ കഴുകുക, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കിന്ന് അക്ഷയയിൽ പോകാനുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അക്ഷയയിൽ പോകാനുണ്ട്. അപ്പോൾ അക്ഷയയിലും പോകണം. കുറേ നാളുകൊണ്ട് അക്ഷയ കയറി ഇറങ്ങും കേട്ടോ. മടുത്ത് സത്യം പറഞ്ഞാൽ. ഓരോ കാര്യത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഇന്ന സാധനങ്ങൾ കൊണ്ട് വരാനായിട്ട് പറയും. അതുകൊണ്ട് ചെല്ലുമ്പം അത് മാത്രം പറ്റത്തില്ല, വേറെ എന്തെങ്കിലും കൊണ്ട് ചെല്ലാൻ പറയും. മടുത്തു, ശരിക്കും പറഞ്ഞാൽ മടുത്തു. അക്ഷയ പോയി മടുത്തു എനിക്ക്. ഈ വെയിലത്ത് ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പണിയല്ല, എന്തോ വെയില. പിന്നെ ആവശ്യങ്ങൾക്ക് പോവാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് കാണുന്ന എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി എല്ലാം ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു. ഇനി 1 മണിയായിട്ടോ, ചോറ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം 2 മണിയാകുമ്പോൾ അക്ഷയയിൽ പോകണം. അവളും കൂടി വരുന്നെന്ന് പറഞ്ഞേ. അപ്പോൾ അവളെ വിളിച്ചപ്പം കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ഫോണ്. അപ്പോൾ ഇനി അവൾക്ക് 2 മാങ്ങ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അച്ചാറിടാൻ. അപ്പോൾ ആ മാങ്ങ പറിക്കാൻ പോട്ടെ. മാങ്ങ പറിച്ചിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുളിച്ചിട്ട് പോകുന്നില്ല കേട്ടോ, വന്നിട്ടേ കുളിക്കുന്നുള്ളൂ. അക്ഷയ പോയിട്ട് അതുവഴി അതെല്ലാം കഴിഞ്ഞിട്ട് അതുവഴി നീലൂട്ടനെ പോയി വിളിച്ചിട്ട് തിരിച്ചിങ്ങി വരും. എന്നിട്ട് വൈകിട്ട് അമ്പലത്തിൽ പോകണമെന്നുണ്ടേ. നമ്മുടെ ഉദയന്നൂർ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. മെയിൻ ഉത്സവമാണോന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നും കൂടിയേ ഉള്ളൂ, 27-ാം തീയതി വരെ ഉള്ളതെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു, പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് നീലൂട്ടനെ വിളിച്ചിട്ട് വന്നിട്ടൊക്കെ കുളിക്കുന്നുള്ളൂ. അമ്പലത്തിൽ പോകണമല്ലോ വൈകിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഇനി 2-3 മാങ്ങ പറിക്കട്ടെ. അവൾക്ക് അച്ചാറിടാനും വേണ്ടിയാണെന്ന് പറഞ്ഞു. 2-3-4 മതിയായിരിക്കും. മാങ്ങ പറിച്ചിട്ട് വരാം, ബാ.
അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞ് മാങ്ങയെല്ലാം എടുത്ത് ഇനി നീലൂട്ടനെ വിളിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇനി അക്ഷയ കയറിയിട്ട് വേണം എനിക്ക് നീലൂട്ടനെ വിളിക്കാൻ പോകാം. അപ്പം ഞാൻ നേരെ പോകുന്നത് മാധുവിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാനുള്ള മാങ്ങ എടുത്തുകൊണ്ട് അവളുടെ വീട്ടിൽ ചെന്ന് അവളെയും വിളിച്ചുകൊണ്ട് ഞങ്ങളിനി അക്ഷയയിലോട്ട് പോവാം. 2:30 ആയിട്ടുണ്ട് കേട്ടോ. 3:15 നീലൂട്ടൻ്റെ അടുത്ത് ചെന്നാൽ മതി വിളിക്കാനായിട്ട്. അപ്പോൾ പോകുന്ന വഴി കുറേ കണിക്കൊന്നയും ചെടികളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ആയിരിക്കും നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകുന്നത്. ഞാൻ ഈ ഷോർട്ട് വീഡിയോ എടുക്കാനായിട്ട് എടുത്ത വീഡിയോ ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇതിൽ റേഷ്യോയിൽ വന്നേക്കുന്നത്. ഇത് അവിടെ നിന്നൊരു വീട്ടിൽ നിന്ന ചാമ്പയാട്ടോ, നല്ല പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അംഗൻവാടിയുടെ ഫ്രണ്ടിൽ. അതിൻ്റെ എല്ലാം വീഡിയോ കുറച്ച് ക്ലിപ്പിങ്സ് ആയിട്ട് എടുത്തു. ഷോർട്ട് വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഞാൻ നീലൂട്ടിനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരെ എന്തൊക്കെയോ ഫോൺ ചെയ്തുകൊണ്ടൊക്കെ പോകുന്ന പോലെയൊക്കെ പോവുക. അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. ഞങ്ങളിതായി നീലൂട്ടനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. വൈകിട്ട് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിൽ പോക്ക് നടന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു തലയിൽ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട്, ഇപ്പോൾ ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലയിൽ എണ്ണ തേച്ച് എന്താ പറയുക, മസാജ് ചെയ്തിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുമുണ്ട്. വൈകിട്ടായപ്പോഴത്തേനും മഴയുടെ ഒരു ഇത് വന്നപ്പോഴത്തേനും തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ മുറ്റം തൂത്തില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ നേരെ പോയി മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് കയറി വന്നു കേട്ടോ. മാവുള്ളതുകൊണ്ട് മാവിൻ്റെ ഇല പൊഴിഞ്ഞ് കിടക്കും കേട്ടോ. കിളുന്ന ഇല ഉണ്ടായിരുന്നേ, അപ്പോൾ അതെല്ലാം പൊഴിഞ്ഞ് കിടക്കും. അപ്പോൾ ദിവസം തൂത്തില്ലെങ്കിൽ ഒരു വൃത്തികേടാ. ഞാൻ പിന്നെ ദിവസം തൂക്കാറില്ല, മടി കാരണം. അത് വേറെ സത്യം. പിന്നെ വൃത്തികേടായിട്ട് കിടക്കുന്നു, ഒരു സമാധാനം ഇല്ലാതെ വരുമ്പം സഹിയിട്ട് ഞാനും പോയി അങ്ങ് തൂക്കും കേട്ടോ. അപ്പം പിന്നെ തലയിൽ എണ്ണ തേച്ചേക്കുന്നത് കൊണ്ട് കുറച്ച് നേരം അങ്ങനെ നിൽക്കാം. എണ്ണയൊക്കെ ഒന്ന് തലയിലും മുടിയിലും ഒക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ തൂത്തോണ്ടിരിക്കുക കേട്ടോ. നീലൂട്ടൻ അവിടെ ഉണ്ട്. നീലൂട്ടൻ കുളിച്ചു. നീലൂട്ടനെ ഞാൻ മേലെ ഒഴിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പോയി മേലൊക്കെ കഴുകി മേല് കഴുകിയ മാത്രമല്ല കുളിച്ചിട്ട് വന്നിട്ട് ഇതാ വിളക്കിലൊരുക്കാൻ പോകാം കേട്ടോ. കിണ്ടിയിൽ വെള്ളം എടുത്തു. അങ്ങനെ നമ്മുടെ മുറ്റത്തിരിക്കുന്ന തെറ്റിപ്പൂവിൽ പൂവ് കണ്ട്, അപ്പോൾ അതും കൂടി പറിച്ച് കിണ്ടിയിലിട്ടിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ വിളക്കിലൊക്കെ ഒരുക്കി വിളക്ക് കത്തിച്ചു. 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കുളിച്ച് എൻ്റെ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേനും 6:30 കഴിഞ്ഞു. 6 മണിക്ക് കുളിക്കാൻ കയറിയതാണ്. തലയിലൊക്കെ എണ്ണ തേച്ചതുകൊണ്ട് കുറച്ച് നീണ്ട കുളിയായിപ്പോയി. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. ഇനി എന്താ പറയുക, ഇനി ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാം എന്നെ മാക്സിമം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സി യു. ഇനി മുടിയൊക്കെ ഒന്ന് കോതി ഒന്ന് മേക്കപ്പൊക്കെ ഇടട്ടെ. മേക്കപ്പ് എന്തോ ഐലൈനർ വെച്ചൊരു പൊട്ട്, പിന്നെ ശിങ്കാർ വെച്ചിട്ടൊരു സിന്ദൂരം, അത്രയേ ഉള്ളൂ. പിന്നെ വിളക്ക് കത്തിച്ചപ്പോൾ കുറി ഇട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, മുടി ഞാൻ വെട്ടി കേട്ടോ. തുമ്പത്തൊട്ടും കട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് കട്ടിയില്ലാത്ത ഭാഗം വെച്ചിട്ട് എൻ്റെ അമ്മ തന്നെ മുറിച്ച് തന്നത് കേട്ടോ. ഞാൻ അമ്മയും കൊണ്ട് മുറിപ്പിച്ചു. അതാണ് സത്യം. അമ്മയോട് ഞാൻ അമ്മയെ വരട്ടി ഞാൻ പറഞ്ഞു മുറിച്ച് തരാൻ പറഞ്ഞു മുടി. ഇനി കിളിക്കുമെന്നാണ് പ്രതീക്ഷ. നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ബായ്.